അപ്പോൾ ഗൈസ് അപ്പം ചക്കയാണ്. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീട്ടിൽ വന്നിട്ട് കുറച്ച് ചക്ക അരിയുകയാണ്. ചക്ക കേട്ടോ, ഞങ്ങളെ കാണിച്ചു തരാം. കുറച്ചൊക്കെ കുറച്ചേറെ ചക്കയുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അരിഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ എരിഞ്ഞു കൊടുത്തിട്ട് കുരുവൊക്കെ ഇങ്ങനെ കളയാം. ഇത് ഫുള്ളായിട്ടുള്ള ചക്കയാണ്. എന്താ ഈ സൈഡ് രണ്ടും ഇങ്ങനെ അരിയുക, ഈ സൈഡ് അരിയുക. അപ്പോൾ ഉണ്ടോ, ഇതിങ്ങനെ നെടുകളെ വെച്ച് കഴിഞ്ഞാൽ കുരു ഇങ്ങനെ എടുത്ത് കളയാം. കുരു ഇങ്ങനെ എടുത്ത് കളഞ്ഞിട്ട് ഇങ്ങനെ അരിയാം. ഫുൾ ഒന്നുകൂടെ കാണിച്ചു തരാം. ഫുൾ ചക്കയാണെങ്കിൽ ഇങ്ങനെ വരികയാണെങ്കിൽ കുരു അങ്ങനെ കളയുന്നത്. ഇങ്ങനെ നെടുക് കീറിയിട്ട് വേണമെങ്കിൽ ഒരു രീതി നമുക്ക് ഇങ്ങനെ എടുക്കാം. നെടുക് ഇങ്ങനെ കീറിയിട്ട് ഇങ്ങനെ പൊളന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇളക്കാൻ പറ്റും. എന്നിട്ട് ഇങ്ങനെ അരിഞ്ഞാൽ മതി. ഇല്ല എങ്കിൽ ഒരു ഫുൾ എടുക്കാം. രണ്ട് സൈഡില്ലേ, ഇത് രണ്ടും ഈ സൈഡും ഇങ്ങനെ ചക്കയുടെ കുരു കാണുന്നതിനെ വരെ അരിയണ്ടോ. ഈ കുരു കണ്ടോ, ഇപ്പുറത്തെ സൈഡും ഇങ്ങനെ അരിഞ്ഞിട്ട് ഇവിടെയും കുരു കാണും. ഇങ്ങനെ പൊളന്നിട്ട് ഉണ്ടോ, കുരു ഇങ്ങനെ എടുത്ത് കളയാം. രണ്ട് രീതിയിലും അടിപൊളിയാണ്. ഓക്കെ, അപ്പം ഇതിങ്ങനെ അരിഞ്ഞ് പെട്ടെന്ന് നീട്ടാം. അത്രേ ഉള്ളൂ. പക്ഷെ ഇതിനകത്തൊരു കുരു ഉണ്ടല്ലോ, ഇങ്ങനെ എടുത്ത് കളഞ്ഞാൽ മതി. അപ്പോൾ എന്താ പറയുക, അപ്പം ഇത്രയേ ഉള്ളൂ ചക്ക വിശേഷം. ചക്ക ഇത്ര അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ചേറെ അരിയാനുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചക്കക്കുരു ഇടാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചക്ക വേവിച്ചിട്ട് വരാം. അപ്പോൾ നിങ്ങളിതെല്ലാം കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാനല്ല ചക്ക വേവിക്കുന്നത്, അമ്മ വേവിക്കും.